Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ്. 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഓൾറെഡി ഇന്റേണൽ മാർക്കിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ്സ് യൂണിവേഴ്സിറ്റി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ 5 പേപ്പേഴ്സിൽ ഒരു പ്രോബ്ലം പേപ്പറും ബാക്കി 4 തിയറി സബ്ജക്ട്സ് ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഡിഗ്രി ചെയ്തവരെ BCom BBA ഒക്കെ ചെയ്തവരെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി കിട്ടാറുള്ള ഒരു സബ്ജക്റ്റാണ് QT പേപ്പർ. വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ സപ്ലി ലഭിക്കാണ്ട് നല്ല മാർക്ക് മേടിക്കാൻ, അതല്ലെങ്കിൽ വളരെ തിരക്കോടുകൂടി ജോലിയൊക്കെ ചെയ്ത് ലാസ്റ്റ് മൊമെന്റിൽ മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്കൊന്ന് പാസ്സാകണമെങ്കിലും ഹൈ മാർക്സിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിക്കണമെങ്കിലും ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ആസ് യൂഷ്വൽ ഇതിനെ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിട്ട് വരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ +1 +2 മാത്സ് പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ചില കുട്ടികൾ മാത്രമാണ് മാത്സ് ഓപ്ഷണൽ ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. മിക്കതും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ സ്റ്റാറ്റിയോ ഇതൊക്കെയാണ് +2 പഠിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലത്തെ പ്രോബബിലിറ്റി ഏരിയ ഒക്കെ പലപ്പോഴും കുട്ടികൾക്ക് വളരെ ടഫസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അതാണ് ഇതിൽ സപ്ലി കൂടുതൽ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ സപ്ലി ലഭിക്കാണ്ട് നമുക്ക് പാസ്സാകാൻ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ബ്ലോക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിലാദ്യം പ്രോബബിലിറ്റി എന്താണ്, പ്രോബബിലിറ്റിയുടെ ബേസിക്സ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് നമ്പർ 1 ആണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ടെസ്റ്റുകളാണ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബ്ലോക്ക്. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, QTയുടെ ബേസ് ആദ്യം കാണാം. അതിനുശേഷം പ്രോബബിലിറ്റി എന്താണെന്ന് പറയാണ്. പ്രോബബിലിറ്റി ബേസിക്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, പോയിസോൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. പിന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ഹൈപ്പോത്തിസിസ് എന്താണ്, സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എനോവ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. പിന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. അങ്ങനെ അതിനുശേഷം കോറിലേഷൻ, റിഗ്രഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കോറിലേഷൻ അനാലിസിസ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്, തിയറി, ദെൻ റിഗ്രഷൻ, അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ഫൈനലി ലാസ്റ്റ് ബ്ലോക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതിൻ്റെ കാര്യങ്ങൾ, ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സിലുള്ള ഏരിയാസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ്. ഇപ്പോൾ ആസ് യൂഷ്വൽ കുട്ടികളെ ബുക്ക് കിട്ടി ഈ ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു സബ്ജക്റ്റിനെ ഈ ബ്ലോക്ക് നമ്പർ 1, ബ്ലോക്ക് നമ്പർ 2 ഈ ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് വെറുത്ത് പോകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും തലയിലേക്ക് കയറില്ല, കൺസെപ്റ്റ് കയറില്ല. നിങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ അതേ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ. ബിക്കോസ് ഇതിലുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ അതിൻ്റെ ഓർഡറിലാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ആണ് ഈ പറയുന്ന പ്രോബബിലിറ്റി. കുട്ടികൾക്കിപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞു കിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്.
ബട്ട് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ ടെസ്റ്റ്, ബ്ലോക്ക് നമ്പർ 2 പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഡിഗ്രിക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു പരിധി വരെ കുഴപ്പമുണ്ടാവില്ല, അതല്ലാത്തവർക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുക. ഈ ഓർഡറിൽ പഠിക്കുമ്പോഴുള്ള ആദ്യത്തെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, പ്രോബബിലിറ്റി ഏരിയയുടെ പ്രത്യേകത ഒരുപാട് പഠിക്കണം, ബട്ട് വരുന്നത് കുറച്ച്. അങ്ങനെയാണ്, ഒരുപാട് പഠിച്ചിട്ട് കുറച്ച് മാർക്ക്. എസ്പെഷ്യലി പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ഒക്കെ നമ്മൾ മൊത്തം പഠിച്ചിട്ട് അതിൽ നിന്ന് വരുന്നത് ആ പഠിച്ചതിൻ്റെ പ്രപ്പോർഷനിൽ വരുന്നില്ല. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ 3 ഡിസ്ട്രിബ്യൂഷൻ മൊത്തം ഉണ്ട്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ 1 2 ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള പ്രോബ്ലം വരുന്നത്, തിയറി വരുന്നത്. അപ്പോൾ ഒരുപാട് പഠിച്ചിട്ട് കുറച്ച് മാർക്ക്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോഴും അങ്ങനെയുണ്ട്. ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ്, ഇപ്പോൾ സെറ്റ് ടെസ്റ്റ്, ഡി ടെസ്റ്റ്, എഫ്, എനോവ ഉണ്ട്. നോൺ പാരാമെട്രിക്കിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 ബ്ലോക്കുകളുടെയും പ്രത്യേകത കുറേ പഠിച്ചിട്ട് കുറച്ച് മാർക്ക്. അതാണെങ്കിലോ ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാകണമെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും നമ്മുടെ കയ്യിലുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 3 ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ക്യൂട്ടിയുടെ ബേസിക്സ് എന്താണ് ക്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കാം സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ്. അതിനുശേഷം നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടത് മൊഡ്യൂൾ നമ്പർ അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പർ 3 വെച്ചിട്ടാണ്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് എസ്സേ ഉണ്ടാവും 4 എണ്ണത്തിൽ. അത് മാത്രമല്ല 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്സ്, ഇതൊക്കെ ഈ 2 ടോപ്പിക്സിൽ നിന്നും മാറി മാറി വരാറുള്ളതാണ്. അപ്പം നമുക്ക് ഒന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നൊരു ഏരിയ ആണ് കോറിലേഷൻ റിഗ്രഷൻ. ഇതിൻ്റെ പ്രത്യേകത ഫോർമുല പഠിച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറി ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. അപ്പോൾ പിന്നെ പല പല മെത്തേഡുകളിൽ കോറിലേഷൻ ചെയ്യാമെങ്കിലും ഏതെങ്കിലും ഒരു ഏത് മെത്തേഡിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ സെയിമാ. അപ്പോൾ ഒന്നും പഠിച്ച് കഴിയാത്ത കുട്ടികൾ ഇതിൻ്റെ ബേസിക് മെത്തേഡ് ഉള്ള ഇക്വേഷൻ പഠിച്ച് പിന്നെ ഏത് പ്രോബ്ലം വന്നാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് പഠിച്ച് ആ പഠിച്ചതിൽ നിന്ന് ഫുൾ മാർക്കുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് ചെയ്താൽ ആദ്യം കോറിലേഷൻ റിഗ്രഷൻ പഠിക്കുക. അപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഒരുവിധം കഴിയും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് പാസ്സാകാനുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ക്യൂട്ടിയുടെ ബേസിക്സും ഈ കോറിലേഷൻ റിഗ്രഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പഠനം ആരംഭിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രോബബിലിറ്റിയിലോട്ട് പോവുക. പ്രോബബിലിറ്റിയിലോട്ട് പോവുക. അതിൽ പ്രോബബിലിറ്റിയുടെ ജസ്റ്റ് ബേസ് ഒന്ന് ഓടിച്ചു പോയാൽ മതി. എക്സാമിന് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്ക് കൂടുതൽ വരാറ്. അതിൽ ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, ഇതും പഠിക്കുന്ന സമയത്ത് വലിച്ചു വാരി പഠിക്കരുത്. അതിലിപ്പോൾ ബൈനോമിയലിൻ്റെ ഇക്വേഷൻ, ഫിറ്റിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്. പോയിസോണിൻ്റെ ആണെങ്കിലും അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസെങ്കിലും മിനിമം പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം വരും, കുറച്ച് ബുദ്ധിമുട്ടാണ് പലപ്പോഴും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം കുട്ടികൾക്ക്. 3ൻ്റെയും പ്രോപ്പർട്ടീസ് മിനിമം തിയറി പഠിച്ചു വയ്ക്കുക. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് മിനിമം പഠിച്ചു വയ്ക്കുക. പിന്നെ ഫിറ്റിങ് ഇതിൻ്റെ പഠിച്ചു വയ്ക്കണം, പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അപ്രോച്ച്, സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച്, നമുക്ക് എക്സാമിന് മിനിമം വരുന്ന ആ ഒരു കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്ത് അവസാനിപ്പിക്കുക. അതല്ലാണ്ട് ഈ ബുക്ക് കിട്ടി ഈ ഓർഡറിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഈ അടുത്ത കാലത്ത് അവസാനിപ്പിക്കില്ല. നിങ്ങൾക്ക് തന്നെ മടുപ്പ് വരും ഈ സബ്ജക്റ്റിനോട്. അങ്ങനെയാണ് മിക്ക കുട്ടികളും ഇതിൽ തോറ്റു പോകുന്നത്. കുറേ പഠിച്ചു, എക്സാമിന് വരുമ്പോൾ നമ്മൾ പഠിച്ചൊന്നുമില്ല, ഒന്നും തലയിൽ എത്തിയിട്ടില്ല, അങ്ങനെയാണ് പോകുന്നത്. ഇനി ഈ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് നമ്പർ 2 പോകുമ്പോഴാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഇതിൽ 2 മാർക്സിന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ പെറുക്കി എടുത്ത് പഠിക്കണം. ടെസ്റ്റുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളിലോട്ട് പോകണം. എസ്പെഷ്യലി അനോവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റിലുള്ള റിപ്പീറ്റ് ആയിട്ടുള്ളതുണ്ട്. എസ്പെഷ്യലി കൈ സ്ക്വയർ, അനോവ, കൈ സ്ക്വയർ, ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ നമുക്ക് എക്സാമിന് മിക്കതും പ്രതീക്ഷിക്കേണ്ടതാണ്.
അനോവയുടെ ഒക്കെ ഇക്വേഷൻ പഠിക്കുക, കൈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ പഠിച്ച് കൺസെപ്റ്റ് പറഞ്ഞിരിക്കണം, നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ടതാണ് അനോവയും കൈ സ്ക്വയറൊക്കെ. മിക്കതും എക്സാമിന് 5 മാർക്സ് ആയിട്ടും എസ് ആയിട്ടൊക്കെ വരാറുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള നോൺ പാരാമീറ്റർ ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ അവസാനം നോക്കിയാലും മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ചാണ് പിന്നത്തെ ബ്ലോക്കിൽ നോക്കേണ്ടത്. ഇതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതിൽ തിയറിയും മറ്റു കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്, അത് അവസാനം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ ഇതിന് ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ബുക്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ കുട്ടികൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ബട്ട് അതിപ്പോൾ അതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തി വെച്ച് നോക്കിയാണ് പറയുന്നത്. LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക്, QT ബുക്ക്, ദ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാം. പോറ്റിയുടെ ബുക്കാണ് ഏറ്റവും നല്ല ബുക്ക്. QT പേപ്പറിന് വളരെ നല്ല പ്രസൻറ്റേഷനാണ്. ബട്ട് ഇത് ഇപ്പോൾ അവൈലബിൾ അല്ല. നമ്മൾ ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോറ്റിയുടെ ബുക്കിലത്തെ പ്രോബ്ലംസ് ആണ് പലപ്പോഴും ഫോളോ ചെയ്യുക. കാരണം അതിലത്തെ അതേ ചോദ്യങ്ങൾ മിക്ക എക്സാമിനും അതേപോലെ തന്നെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് പലപ്പോഴും ഫോളോ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതും എനിക്ക് പറയാനുള്ളൊരു സജഷനാണ് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒന്നും അവസാനത്തിലോട്ട് വെക്കരുത്. നേരത്തെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ 2 ബ്ലോക്കുകൾ വളരെ ലെങ്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക. ഇതുപോലെ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ടായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ വെറുതെ കുറേ പഠിച്ചിട്ട് ഉള്ള സമയം പോവും, മാർക്കൊന്നും കിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അസൈൻമെൻറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.